എന്ന് കരുതിയപ്പോ ഇതൊന്നും കണ്ടുപിടിക്കാൻ ഇത്രയൊന്നും പാടില്ല എന്നില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല, ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണെന്ന് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഈ ചാണക സംഖ്യകൾ മനസ്സിലാക്കണ്ടേ? വളരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി പൊക്കണ്ട കാര്യല്ലേ, അത് ഏറ്റിട്ടുണ്ട്. ഉടനടി പൊക്കും. ഏത് അണ്ടകടായത്തിൽ പോയി കിടന്നാലും ഉടനടി പൊക്കും എന്നുള്ളത് തന്നെയാ. അപ്പോ സംഘ് പരിവാറുകാരാ, സംഘ് പരിവാറുകാരാ, നിന്റെ കാഞ്ഞ ബുദ്ധി ഈ നാടിനെ കുട്ടിച്ചൊറാക്കാൻ, ഈ നാട്ടിൽ കലാപമുണ്ടാക്കാൻ, ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി നീ പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് ഉണ്ടാക്കിയതാണ് എന്നാണ് ഇപ്പം ചെട്ടിപ്പടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത്തരത്തില്ല. കാരണം ഇത്രയും കാലം താടി ഇങ്ങനെ നീട്ടി വളർത്താത്തവൻ, മുടി ഇങ്ങനെ നീട്ടി വളർത്താത്തവൻ, അവന് ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞ 3-4 മാസത്തോളായിട്ട് ഇങ്ങനെ നീട്ടി വളർത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന് പിന്നിൽ അപ്പൊ ഈ പദ്ധതി എപ്പോ തുടങ്ങിയിരിക്കുന്നു? അപ്പൊ ഈ നല്ല ബോധ്യമുണ്ട്, ഒരു താടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തി ഒരു മുസ്ലിമിന്റെ രൂപത്തിലായിരിക്കണം വീഡിയോയിൽ പ്രത്യക്ഷപ്പെടേണ്ടത്. എന്നിട്ട് ഈ പറയുന്ന അധിക്ഷേപത്തെയും ഭീഷണിയെയും മുസ്ലിമിന്റെ തലയിൽ കെട്ടിവെക്കണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണെങ്കിലും ചെട്ടിപ്പടിയിലെ മിഥുനാണ്, മലപ്പുറം ജില്ലക്കാരനാണ്, മാത്രവുമല്ല ചെട്ടിപ്പടിയിലെ സജീവ RSS പ്രവർത്തകനാണ് എന്നുള്ളതാ. എന്നാലും ഞാനിങ്ങനെ ആലോചിക്കുക, ഒരു RSS കാരന് എങ്ങനെയാണോ നരേന്ദ്രമോദിയെ ഇങ്ങനെ തെറി വിളിക്കാൻ സാധിക്കുന്നത്? ഇവൻ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും എങ്ങനെ ഒരു RSS കാരന് ഇങ്ങനെ ഒരു തെറി വിളിക്കാൻ കഴിയും? അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നരേന്ദ്രമോദിയോടുള്ളത് സ്നേഹമല്ല. ഇപ്പൊ നിങ്ങള് ആരെങ്കിലും ഒരാള് നിങ്ങൾക്ക് അതിയായി നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ ഇനി മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തെറി വിളിക്കാൻ കഴിയോ? സങ്കല്പിക്കാൻ കഴിയോ? അപ്പൊ കഴിയില്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു കാര്യം കൂടി മനസ്സിലാവുന്നുണ്ട്. ഈ നരേന്ദ്രമോദി ഭക്തർക്കൊന്നും മോദിയോടുള്ളത് ആത്മാർത്ഥ സ്നേഹമോ ആരാധനയോ ബഹുമാനമോ ഒന്നുമല്ല. അത് ഒരു മുസ്ലിം വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ ഒരു കണക്ഷൻ മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംഘപരിവാറുകാരന്റെ നാവ് കൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് ഭീഷണി കേൾക്കേണ്ടി വരുന്നു, നരേന്ദ്രമോദിക്ക് തെറി കളിക്കേണ്ടി വരുന്നു, നരേന്ദ്രമോദിക്ക് കേട്ടാൽ അറക്കുന്ന ഭരണിപ്പാട്ട് കേൾക്കേണ്ടി വരുന്നു സംഘപരിവാറുകാരന്റെ നാവ് കൊണ്ട് തന്നെ എന്നുള്ളത് കയ്യടിക്കാം.